ഗുഡ് മോർണിംഗ്. നീ ഇതുവരെ പോയില്ലേ? ഇറങ്ങുവാ. ഇന്നിനി നൂഡിൽസ് ഒന്നും ഉണ്ടാക്കാൻ പോണ്ട. ഞാൻ ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ശേ, നീ എന്തിനാ? അതുകൊണ്ടാണോ ലേറ്റ് ആയേ? അല്ല, എനിക്ക് ഉച്ചോട്ടേ ഉള്ളൂ. 10:30 ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ അതിന് പോവാ. ഓ, എന്നാ പോയിട്ടോ. അമ്മയാണോ? ആ മോന്തയുടെ കരം കണ്ടപ്പോഴേ തോന്നി. ഇതിന് മാത്രം എന്ത് വലിയ പ്രശ്നാ നിങ്ങൾ തമ്മില്? നീ പോവാൻ നോക്ക്. 10:30 ഹോസ്പിറ്റലിൽ എത്തണ്ടേ? പറയില്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെയും ചോദിക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ ഇറങ്ങാം. നൈറ്റ് എവിടെയും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണം. എന്റെ കീ അവിടെയാ. ആ, ഞാൻ വിളിക്കാം. ഈ ഹോസ്പിറ്റൽ ഞാൻ ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്നതല്ല. നിന്നെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് നീ എന്റെ മോനായതുകൊണ്ടല്ല. നീ ഇവിടെ നിന്ന് എന്തേലും കട്ടാലും അതും എന്റെ കുടുംബത്തിലോട്ട് തന്നെ വരുമെന്ന് അറിയാവുന്നോണ്ടാണ്. നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഒരെണ്ണം വന്ന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കൊടുത്ത് വിടാൻ നിൽക്കണ്ട. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം മതി. ഇനി അടുത്ത മാസം 8-ന് അന്ന് ഞാൻ വരുമ്പോ ഇപ്പൊ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ നടക്കുന്നത് ഞാൻ കാണണം. എല്ലാവർക്കും പോവാം. സൺഡേ വല്യമ്മച്ചിയുടെ 80-ാം പിറന്നാളാണ്. എല്ലാവരും പള്ളിയിലുണ്ടാവും. അങ്ങോട്ട് എത്തിയേക്കണം. വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. നിനക്കവിടെ നരകാണല്ലോ. വേണമെങ്കിൽ വരാം, താമസിക്കാം, പോവാം. നിങ്ങളുണ്ടെങ്കിൽ പള്ളി നരകം തന്നെയാ. ഡോക്ടർ, 109 പേഷ്യന്റ് അറിഞ്ഞു. ഓൾറെഡി 2 കംപ്ലൈന്റ്സ് അയാളുടെ പേരിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. വാട്ട് ഈസ് ദിസ്? ഹോസ്പിറ്റലിലാണോ സ്മോക്ക് ചെയ്യുന്നേ? എനിക്ക് വേഗം പോണം. ഇതൊന്നും മരുന്ന് വെച്ച് കെട്ടണമെങ്കിൽ ഏതോ ഡോക്ടർ എഴുന്നള്ളണമെന്നാ നഴ്സുമാര് പറഞ്ഞ. അത് ഞാൻ തന്നെയാ. പക്ഷേ തനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല. ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടേ പോവും. നീ ചെയ്യും. ഐ എം ഗോണ കോൾ ദ സെക്യൂരിറ്റി ഗാർഡ്സ്. ഈ മേത്തൂടെ ഒഴുകുന്നത് കണ്ട വണ്ടി തട്ടി ഉണ്ടായതല്ല. കൊന്നുകളയും ഞാൻ. എന്താടാ മുഖത്തൊരു വാട്ടം? ഇന്നൊരു ഇഞ്ചുറി കേസ് ഉണ്ടായിരുന്നു. ഒരു 28 years old മെയിൽ. അവനെന്തേലും പറ്റിയോ? അതങ്ങനെ ഇങ്ങനെയൊന്നും പറ്റുന്ന ടൈപ്പ് അല്ല. മനസ്സിലായില്ല ബ്രോ? ഹീസ് എ ക്രിമിനൽ. വർത്താനം കേട്ടോന്ന് പൊട്ടിക്കാൻ തോന്നും. എന്നിട്ട് പൊട്ടിച്ചില്ലേ? ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ നിനക്ക് വല്ല വിരോധവും? ഇല്ലേ. ആ നാറിന്റെ ഫോട്ടോ ഞാൻ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. CCTV ഫുട്ടേജ് എന്നോ? ഹാ, കാണിച്ചു തരാം. നോക്ക്. മാത്യു. ഇറ്റ്സ് ജെറാൾഡ്. നോ, ഇറ്റ്സ് മാത്യു. ഞാൻ റെക്കോർഡ് വായിച്ചതാ. ജെറാൾഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. ക്രിമിനൽ ആയ സ്ഥിതിക്ക് അത് ഫേക്ക് ആയിക്കൂടെ? അല്ല, ഈ മാത്യു ആരാ? നിനക്ക് ഇവനറിയോ? യെസ്, ഹി വാസ് മൈ ജൂനിയർ. ഈ ക്രിമിനലോ? ഹി വാസ് ഇൻ എ ക്രിമിനൽ അറ്റ് ദാറ്റ് ടൈം. പിന്നെ നൻപ മുടിയല്ല നൻപ. നിനക്ക് ആള് മാറി പോയിട്ടൊന്നുമില്ലല്ലോ. സത്യം, ഒരുപാട് പെൺപിള്ളേരുടെ ക്രഷായിരുന്നു മാത്യു. ഇപ്പൊ പെൺപിള്ളേരെ കണ്ടാ വല്ല റേപ്പിസ്റ്റും ആണെന്ന് കരുതി ഓടും. എന്നാലും അവനെങ്ങനെ? സാഹചര്യമാണല്ലോ മനുഷ്യനെ ഓരോന്നാക്കി തീർക്കുന്നേ. ഈ ഞാൻ തന്നെ ഡാൻസർ ആവാൻ നടന്നതല്ലേ, എന്നിട്ടായതോ ഡോക്ടർ. മാങ്ങാ തൊലി. നിനക്ക് ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാടാ? കളഞ്ഞിട്ട് പോണെന്ന് എനിക്കുണ്ട്. പക്ഷേ തിന്നതിന്റെ ഉടുത്തതിന്റെ പഠിപ്പിച്ചതിന്റെ എല്ലാം കണക്ക് കേട്ടിട്ട് അതൊന്നും തിരിച്ചു വിടാതെ എങ്ങനാ പോവാ? നിനക്കും ഭ്രാന്ത, നിന്റെ തന്തയ്ക്കും ഭ്രാന്ത. അത് വിടും. മാത്യുവിനെ കുറിച്ച് പറ. നിങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നോ? എനിമീസ്. വാ, ബാക്കി പറ.
ഇന്നിനി നെറ്റ്ഫ്ലിക്സ് വേണ്ട. ഞങ്ങളുടെ കോളേജില് LGBTQ സപ്പോർട്ടേഴ്സിന് ഒരു ഗ്രൂപ്പ് വന്നു. കൂടുതലും ഗേൾസ് ആയിരുന്നു മെമ്പേഴ്സ്. ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ അതിനെതിരായിരുന്നു. അതിലെ മെമ്പേഴ്സായ ബോയ്സിനെയും ഗേൾസിനെയും ഒക്കെ ഞങ്ങൾ ബുള്ളി ചെയ്യുമായിരുന്നു. കൂടുതൽ അനുഭവിച്ചത് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച ഗേൾസ് ആയിരുന്നു. അവരുടെ ബാഗിലൊക്കെ ഞങ്ങൾ സിസേഴ്സിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. ഒരു ദിവസം അവളമാര് കംപ്ലൈന്റ് കൊടുത്തു. സീൻ വഷളായി, അടിയും പീടിയായി. ആ ടൈമില് മാത്യു ആണ് അവരെ സപ്പോർട്ട് ചെയ്തത്. അവൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കുറെ ഗേൾസ് ആ ഗ്രൂപ്പിൽ ചേർന്നു. അവൻ സപ്പോർട്ട് ചെയ്തോ? ബട്ട് വൈ അറിയില്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ എനിമി അവനായി. കാര്യങ്ങൾ കൂടുതൽ വഷളായി. അവനാ കോളേജിൽ നിന്ന് പോയി, പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ അവനെന്തിനായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്തേ? അല്ല, അവന്റെ ഒരു നേച്ചർ വെച്ച്. ബട്ട് വൈ? ഇനി അവൻ ഗേ വല്ലതും? അതറിയില്ല. പക്ഷേ എനിക്കവനെ കാണണം. എന്തിനാ? പണ്ട് ചെയ്തതിനൊക്കെ മാപ്പ് പറയാനാണോ? അവനാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോയി. ഇല്ലെങ്കിൽ കണ്ട് നിങ്ങളുടെ പരിചയം പുതുക്കാമായിരുന്നു. എനിക്ക് കാണേണ്ടത് അവനെയല്ല, അവന്റെ ഫ്രണ്ടിനെയാണ്, ജെയ്ഡൻ. വൈ? ജെയ്ഡൻ, ഹി വാസ് ആൻ ഇൻട്രോവേർട്ട്, എ ഷൈ ബോയ്. മാത്യു LGBTQ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്തതും അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ക്യാമ്പസിലെല്ലാവരിലും അവര് തമ്മിൽ റിലേഷനിലാണെന്നുള്ള സംശയം ഉണ്ടാക്കി. എനിക്കും അങ്ങനെ തോന്നുന്നു. വാട്ട് ഇഫ് they were in love? No! Jaden was mine! He was my love! He was mine! കാശി, നീ കഴിഞ്ഞ വർഷവും അവൻ തന്നെ സ്റ്റാർ, ഇപ്പോഴും അവൻ തന്നെ സ്റ്റാർ. ഇപ്രാവശ്യം അവനെ അങ്ങനെ അങ്ങ് സ്റ്റാർ ആവാൻ വിടില്ല. ഇപ്പൊ നമ്മളെ സീനിയേഴ്സ്. കാശി എവിടാ? വിളിച്ചിട്ടെടുക്കുന്നില്ല. മിക്കവാറും സൈലന്റിലിട്ട് ഉറങ്ങുമായിരിക്കും. ഫ്രഷേഴ്സിനെയൊക്കെ ഒന്ന് തൂത്തുവാനാൻ അവനുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷുള്ളൂ. അവൻ വന്ന പിന്നെ നമ്മളെ ആര് മൈൻഡ് ചെയ്യാനാടേ? ശരിയാ, എന്നാവാ നമുക്ക് തുടങ്ങാം. ജേടാ, വാ ഇങ്ങോട്ടാ. നീ എന്താ ലേറ്റായേ? ബസ് മാറിപ്പോയി. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാ മനസ്സിലായത്. മിടുക്കൻ. HOD-നെ കാണാവാ. ഡാ, ആ നിനക്കൊന്ന് നേരത്തെ കാലത്ത് എഴുന്നള്ളിക്കൂടെ? ഓ, എന്നാത്തിന്? ഓ, എന്തൊരഭിനയം. ഇന്നലെ അവൻ എന്തൊക്കെയാണ് ഡല്ലേ പറഞ്ഞേ? നാളെ 8:30 ബസ്സിന് ഞാൻ ഇവിടെ എത്തും, ഫ്രഷേഴ്സ് പെൺപിള്ളേരെയൊക്കെ വളയ്ക്കും. ഓ, അത് ഉറങ്ങിപ്പോയടാ. സാരല്ല, ഇനി അങ്ങോട്ടും ദിവസങ്ങളുണ്ടല്ലോ. വാ, ക്ലാസ്സിൽ പോവാം. ഫസ്റ്റ് അവർ മിസ്സായി. ഓന്റെ മോളെ, ആ നടുക്കുള്ള ചേട്ടനെ നോക്ക്. ആടി അടിപൊളി. കമ്മിറ്റഡ് ആണോ എന്തോ. കൂടെ ഉള്ളൊരു മോശമല്ല. അതെ, വന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവന്മാരുടെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന പോലും ചീത്ത പേരാ. അതുകൊണ്ട് വേറെ വല്ല ആൺപിള്ളേരെ നോക്ക്. നീ ഇപ്പൊ ഹാപ്പി ആയില്ലേ?
ഹേ മാത്യു, ഹായ് റിയ. ഏതാണ് ഈ പുതിയ കക്ഷി? എന്റെ ഫ്രണ്ടാ. എന്റെ കൂടെ തന്നെ നിക്കാൻ ഇവിടെ ചേർന്നു. ഓ, എന്താ പേര്? പുള്ളി സംസാരിക്കില്ലേ? അവൻ അങ്ങനെ ആരോടും മിണ്ടൂല. ജേഡൻ എന്നാ പേര്. ഓഹോ, ഇൻട്രോവേർട്ട് ആണോ? ആണോന്നോ? ഞാനിപ്പോ വരാം. ഹാവു, ഒന്ന് മൂളി കേട്ടല്ലോ. അതെ, നിങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണോ? അപ്പൊ അവന്റെ എല്ലാ കാര്യവും അറിയായിരിക്കും അല്ലേ? എന്താ? വേറൊന്നല്ല, എനിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അവൻ കമ്മിറ്റഡ് ഒന്നും അല്ലല്ലോ അല്ലേ? ഹാവു, അത് കേട്ടാ മതി. അപ്പൊ ശരി, പോട്ടെ. ഹരി നോക്ക്, അവളാ D2 എക്കണോമിക്സിലല്ലേ? ആ മോനെ, വർഷ. ഇവളീ റൂട്ടാണെന്ന് അറിഞ്ഞിരുന്ന നേരത്തെ മുട്ടായിരുന്നു. ഇനിയും മുട്ടാലോ? ഫ്രഷ് ആയിട്ട് മോളി. ഹേയ് ജമാനെ, ഇന്ന് നേരത്തെ തുടങ്ങിയാടി. ഞാൻ പച്ചയ്ക്കാ. ഇന്ന് വീട്ടിൽ പോണം. വീട്ടിലമ്മയുടെ തൊട്ടാവാടി, നാട്ടില് തെമ്മാടി. സഹോദരൻ സത്യങ്ങൾ തുപ്പുന്നു, ജർമ്മൻ ഡാഡി 1000 പ്രഭാവലയം. മതിയടാ, നിർത്ത്. ഇവളുമാരൊക്കെ ആരുടെ കാമുകിയാണോ ഭാര്യയാണോ ഇനി കെട്ടുറപ്പിച്ചതാണോ ആർക്കറിയാം. നീ ഇങ്ങനെ വസന്താവല്ലേ. സെക്സ് അതൊരു സുഖമുള്ള പരിപാടിയാണ്. സുഖം വേണ്ടവര് പരസ്പരം കൊടുത്ത് സഹായിക്കുന്നു. ഒരു സാമൂഹിക സേവനം, അത്രേ ഉള്ളൂ. പക്ഷെ ചില അവളുമാരുടെ ഷോ കണ്ട അവളുമാരുടെ ചരിത്രം എന്തോ 916 ഗോൾഡ് ആണെന്നാ വിചാരം. ചുമ്മാ ഷോ. എന്നാ നിന്റെ പെങ്ങളോട് എനിക്ക് കുറച്ച് സാമൂഹിക സേവനം തരാൻ പറയടാ. ഡാ, എവിടെ? 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞ പുരോഗമനം എവിടെ? നിന്നെ എടുത്തോളാടാ. ഡെനിലെ വാ, കാശി ഞങ്ങള് പോവാ. എടാ നിക്ക്, നിനക്ക് ഈ കൂട്ടുകെട്ടിന്റെ വല്ല ആവശ്യമുണ്ടോ? നിന്റെ അമ്മ അറിഞ്ഞാണ്ടല്ലോ. നീ ആയിട്ട് പറയാണ്ടിരുന്നാ മതി. തൊലഞ്ഞു പോയി ഒടുങ്ങുള്ളൂന്ന് ശബ്ദം ചെയ്താ പിന്നെ എന്ത് ചെയ്യാനാ? കാശി തൊലയണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കാശി തന്നെയാണ്. കാശി, എനിക്കറിയായിരുന്നു പാതിരിയാവുന്നു. അതാ വാതില് തുറന്നിട്ടെ. അച്ഛൻ അറിഞ്ഞില്ലല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം അമ്മ പറയില്ലാന്ന്. അമ്മ എന്റെ പൊന്നല്ലേ. അയ്യടാ, സോപ്പിടിയില് മതി. നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നുവിട്ട് അച്ചാറൊക്കെ തീർന്നോ? അതൊക്കെ അവന്മാർ എപ്പോഴേ ടച്ചിങ്സ് ആയി തീർത്തു. എന്ത്? അല്ല, അതൊക്കെ എന്നെക്കാൾ കൂടുതൽ അവന്മാരാ കഴിക്കുന്നേന്ന് പറഞ്ഞ്. എനിക്ക് രണ്ടിനെ അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല കേട്ടോ. അവരുടെ ചുണ്ടിലൊക്കെ ഒരു കറുത്ത നിറമുണ്ട്. സിഗരറ്റ് വലിക്കുന്നുണ്ടാവൂലേ? അമ്മ ഇതിനിടയ്ക്കെപ്പോഴാ അവരുടെ ചുണ്ടൊക്കെ നോക്കിയേ? അന്ന് വീഡിയോ കോൾ ചെയ്തപ്പോ. അവന്മാരിപ്പോഴും നിന്റെ കൂടെയാണോ താമസം? അല്ല, വല്ലപ്പോഴേ വരൂ. പല്ലേച്ചിട്ട് വേടാ ചേർക്ക. ഓക്കേ. എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വന്നു പോകുന്ന സമയത്ത് നിനക്ക് വല്ലതും ഇരുന്ന് പഠിച്ചൂടെ? പിന്നെ എനിക്കെന്റെ ചെറുക്കനെ കാണാതിരിക്കാൻ പറ്റില്ല. വേണ്ട, അവസാനം സപ്ലി അടിച്ച് വീട്ടിലിരുന്ന എന്നോട് പരാതി പറയരുത്. അവനെ എന്റെ മോന അല്ലേടാ? അതന്നെ. അപ്പൊ 10ാം ക്ലാസ് കാണുന്നത് തന്നെ ഭാഗ്യം. അക്കൗണ്ടിൽ ക്യാഷ് ഒക്കെ തീർന്നോടാ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഇട്ടേക്കാം. വല്ലപ്പോഴും ഒരു A4 പേപ്പർ എങ്കിലും മേടിച്ചേക്കണടാ. എത്തിയിട്ട് വിളിക്ക്. ആ അമ്മ, ബൈ. അച്ഛാ. പോയിട്ട് വാ. എന്റെ വീട് ഇവിടെ അടുത്താണ്, അവിടെ നിക്കാ. വേണ്ട. ഹാ വാന്നേ, എനിക്ക് ഈ പ്രായത്തില് മക്കളൊക്കെ ഉള്ളയാ. വേണ്ട. വാ മോനെ, ഈ തണുപ്പത്ത് ഇരിക്കണ്ട. ജഡൻ വാ. നീ എവിടെ ഇരിക്കുവായിരുന്നോ? നിന്നോട് ഞാൻ സ്റ്റാൻഡിൽ നിൽക്കാനല്ലേ പറഞ്ഞേ? ഞാൻ ഇവിടെ ഇരിക്കാൻ. എന്താ അമ്മാവ, വീട്ടിൽ പോവാനായില്ലേ? ഞാൻ ഈ മോൻ ഈ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് വന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. നമുക്കും മക്കളൊക്കെ ഉള്ളതാ. ശരി, അമ്മാവൻ ചെല്ലു. ജേടാ വാ.
എങ്ങോട്ടാ പോണ്ടേ? ആ ഹേ, ഞാൻ എവിടെയും പോവാനില്ലാത്തോണ്ടാ അവിടെ ഇരുന്ന്. സ്റ്റേ ഒന്ന് സെറ്റ് ആക്കാണ്ടാണോ കോളേജിൽ ചേർന്നേ? ഹോസ്റ്റലിൽ നിന്നൂടെ? എനിക്കിഷ്ടല്ല. പിന്നെ കോളേജ് കഴിയുന്നേരം റോട്ടിൽ കിടക്കാനാണോ പ്ലാൻ? അല്ല, ഞാൻ എന്റെ ഫ്രണ്ട് മാത്യുവിന്റെ വീട്ടിലാ നിക്കണ്ടേ. പക്ഷെ അവൻ അർജന്റായി നാട്ടിൽ പോകേണ്ട വന്നോണ്ട് കീ തരാൻ മറന്നുപോയി. ബെസ്റ്റ്. അപ്പൊ എന്താ പ്ലാൻ? എന്നെ സ്റ്റാൻഡിൽ വിട്ടാ മതി. ഈ സിറ്റി അത്ര ശരിയല്ല, അതും രാത്രിയില്. ആണും പെണ്ണും ഒക്കെ കണക്കാ. തിരക്കുള്ള സ്റ്റാൻഡിൽ വിട്ടാ മതി. പിന്നെ രാത്രി 12 മണിക്ക് സ്റ്റാൻഡിൽ ഉത്സവം നടക്കുമല്ലേ? എന്റെ പേരെങ്ങനെ അറിയാം? അന്ന് മാത്യു വിളിക്കുന്ന കേട്ടു. എന്നിട്ട് ഇത്രയും ദിവസം ഓർമ്മയുണ്ടായോ? വാ, ഇറങ്ങ്. ഇവിടെ ഞാനിവിടെ റെന്റിന് താമസിക്കാം. ഓക്കെ, ബൈ. ബായോ? എന്നിട്ട് നീ കാറി കിടക്കാൻ പോവാണോ? ഇറങ്ങിങ്ങോട്ട്. വൃത്തിയൊന്നും നോക്കണ്ട, ഞാനിവിടെ ഇല്ലായിരുന്നു. എത്ര മാസായി? എന്ത്? ബാഗിന് നിലത്ത് വെക്കാത്തോണ്ട് ചോദിച്ചതാ. ഫുഡ് കഴിച്ചോ? ഇല്ല. പൈസ ഇല്ലേ? ഉണ്ട്. പിന്നെന്താ, മേടിച്ച് കഴിച്ചൂടെ? അവല്ലാത്തോണ്ട്. അപ്പൊ അവൻ വരുന്നവരെ പട്ടിണി കിടക്കാനാണോ പ്ലാൻ? ഇവിടെ മുട്ട മാത്രമേ ഉള്ളൂ, വേറൊന്നും വേണ്ട. അല്ലേലും ഞാൻ ഒന്നും ഓർഡർ ചെയ്യാൻ പോണില്ല. ഓംലെറ്റ് മതിയോ? എന്നാ ഇരിക്കി, ഞാൻ ഉണ്ടാക്കാം. ആ ലൈറ്റ് ഉണ്ടല്ലോ, ഈ നാറി അപ്പ വന്നോ? അയ്യോ, നീ എവിടെയും പോയി ഒളിക്കി. എന്തിന്? എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അതിനെന്താ? നിന്ന് കഥാപ്രസംഗം നടത്താതെ പോയി ഒളിക്കി. ഞാനെവിടെ? കാശി, ഓ ഈ ചെന്തു ഇവിടെ പോ. കാശി, ഇവൻ വന്നില്ലേ? പിന്നെ ഓംലെറ്റ് നിന്റെ തന്ത വന്നുണ്ടാക്കിയതാണോ? ശേ, നീ ഒന്ന് വിളിച്ചോക്ക്. അയ്യോ, സൈലന്റ് ആക്ക്, സൈലന്റ് ആക്ക്. ഞാനെന്തിനാ? നിന്നെ ഈ ടൈമിൽ ആരെയും വിളിച്ചാലോ? എന്റെ എപ്പോഴും സൈലന്റാ. ശേ, എടുക്കുന്നില്ലല്ലോ. ചെലപ്പോ മുട്ട മേടിക്കാൻ പോയതോ? ഏയ്, കാറില്ല താഴെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശേ, ഞാൻ കണ്ട പോലെ. അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ ബിയറുണ്ടോ നോക്ക്. ശേ, അവരെപ്പോഴാ പോവാ? ഞാനൊന്ന് കവടി നിർത്തി നോക്കട്ടെ. ആ, പൊട്ടനാണോടാ നീ? അവര് പോയില്ലെങ്കിലോ? അച്ഛൻ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നാ വാ പോവാ. എന്നാൽ ഇവൻ ഡോർ ലോക്ക് ചെയ്യാണ്ട് കാർ എടുക്കാണ്ട് എവിടെ പോയി? ചെലപ്പോ വല്ല പെണ്ണും സെറ്റായി കാണും. അണ്ണൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതാവും. അവര് പോയി. ഇറങ്ങ. ഹലോ. ഇല്ല, ഞാനൊരു നമ്മുടെ കോളേജിലുള്ള അത് എന്റെ സീനിയർ ആണോ? ഇയാൾ എന്റെ സീനിയർ ആണോ? ആ, നമ്മുടെ കോളേജിലുള്ള ഒരു സീനിയറിന്റെ റൂമിലാ. പേര് എന്താ? പേര് കാശി. കാശിനാഥൻ. കാശി. എന്താ? ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഏയ്, കുഴപ്പമൊന്നുമില്ല. നീ ആ ഫോണിൽ തന്നെ. ഞാൻ ഇവനെ പിടിച്ച് തിന്നൊന്നുമില്ല. പോയി കഴിച്ചിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങ. കാശി. ആ, കിടക്കുന്നില്ലേ? എവിടെ? ഇവിടെ. അവൻ നിന്നോട് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? അയ്യോ, അതുകൊണ്ടല്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാ ഇഷ്ടം. അപ്പൊ കാര്യമായിട്ട് എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അവൻ പറഞ്ഞേ? കോളേജിലെ ഏറ്റവും തല്ലിപ്പൊളികൾ നിങ്ങളാണ്, കള്ളും കഞ്ചാവും ഒക്കെ ഉണ്ട്, ഉപദ്രവിച്ചോന്നു. വാട്ട്? ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഞാനത്ര തല്ലിപ്പൊളിയൊന്നല്ല. അവനോട് ചെന്ന് പറഞ്ഞേക്ക്. നീ എന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ ബീൻ ബാഗിൽ ഇരുന്നോളാം.
നീ എന്തേലും കാണിക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അമ്മേ, ഇത് ഞാനാ. എന്താ? കോളേജിൽ പോണ്ടേ? പൊക്കൂടെ? എനിക്ക് വഴിയറിയില്ല. വല്ല ഓട്ടോയും പിടിച്ച് പോടാ. നീ പോയില്ലേ? എനിക്ക് വഴിയറിയില്ല. ഓ, ഏത് നേരത്താണോ? 5 മിനിറ്റ്. ഇവിടെ ഇറങ്ങിയിട്ട് നടന്നോ? ഓക്കെ, താങ്ക് യു. നിനക്ക് എന്താടാ ഫോൺ വിളിച്ചെടുത്ത? അത് സൈലന്റിലായിരുന്നു. ഞങ്ങൾ ഇന്നലെ അവിടെ വന്നപ്പോ നീ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഉപ്പ് മേടിക്കാൻ പോയതാ. അത്ര നേരോ? കട വല്ലതും വേണ്ടേ? കൊറേ പോയി. ക്ലാസ്സിൽ കയറുന്നോ അതോ എന്തിന്? ആ ക്യാൻറ്റീനിൽ പോവാം. ഞാൻ ഒന്നും കഴിച്ചില്ല. ചെലവറാ. ഏതാണ് ഈ പുതിയ മുഖം? നീ ഡിപ്പാർട്ട്മെന്റിലാണോ? ആ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ട്രാൻസ്ഫർ ആണ്. അത് പറ, എന്താ പേര്? ജെയ്ഡൻ. ഞങ്ങൾ നിന്റെ സീനിയേഴ്സാ. ഞാൻ ഡെനിൽ, ഇവൻ ഹരി, അവൻ കാശി. ഇതെന്താ പുറത്ത് വെക്കുന്നെ? ലേറ്റായി. നേരത്തെ കാലത്ത് ഇറങ്ങി വാടാ ചെക്ക, ഞങ്ങളെ പോലെ. വാ പോവാം. രമേശ് ചേട്ടാ, തൊളയുടെ വലിപ്പം കൂടുന്നുണ്ട് കേട്ടോ. പൈസയും കൂടുന്നുണ്ട്. അയ്യോ, അവൻ രാവിലെ എന്താ കഴിച്ചേ? ഇനിയിപ്പൊ കേറാല്ലേ? നിങ്ങള് കേറും, ഞാൻ HOD-നെ കണ്ടിട്ട് വരാം. എന്തിന്? അച്ഛൻ പുള്ളിയുടെ നമ്പർ ചോദിച്ചു. എന്നാ നീ പോയിട്ടാ, ഞങ്ങൾ ക്ലാസ്സിലുണ്ടാവും. വാ, ക്യാൻറ്റീനിൽ പോവാം. എന്തിന്? ഉത്സവം കൂടെ. വാ അങ്ങട്. മിസ് വഴക്ക് പറയും, കോപ്പ് പറയും. നീ ന്യൂ ജോയിനി ആയോണ്ടുള്ള വെറും ഷോ ഓഫ് ആണ്. തിന്നാൻ വല്ലതും വേണേ വാ. ഓക്കെ. എന്താ വേണ്ടേ? പുട്ടു മതിയോ? ഇഷ്ടല്ല. എന്നാ വാ തുറന്ന് എന്താ വേണ്ടേ പറ. ദോശ. ഇവിടെ ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ട് വരാം. മാത്യു വന്നോ? ഇന്ന് വൈകുന്നേരം വരും. ഓ, നിങ്ങളെങ്ങനെ പരിചയം? ഞങ്ങൾ മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒന്നിച്ചു പഠിച്ചതാണോ? ക്യാഷ് ഇല്ലേ? ഉണ്ട്. എന്നാ ഞാൻ പോവാ. മാത്യു പറഞ്ഞ പോലും നല്ലല്ലോ.